നമസ്കാരം. സൗത്ത് ഫസ്റ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. എനിക്ക് ശ്വാസം മുട്ടുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി രാജ്യ തലസ്ഥാനത്ത് നിന്നും ഉയർന്നു കേൾക്കുന്ന വാചകമാണിത്. വായു മലിനീകരണം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മനുഷ്യരെയും മൃഗങ്ങളെയും പ്രകൃതിയെയും ശ്വാസം മുട്ടിക്കുന്നു. വായു മലിനീകരണത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനം സ്കൂളുകൾക്ക് അവധി നൽകുന്നു. കമ്പനികൾ ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോം സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ എത്ര കാലം? ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇതിൽ കവിഞ്ഞ് കൂടുതൽ നടപടിയൊന്നും ഉണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു പറ്റം മനുഷ്യർ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു. മുൻപ് വലിയ സമരങ്ങളോ പ്രതിഷേധമോ ഒന്നും നടത്തി പരിചയമുള്ളവരായിരുന്നില്ല അവർ. വിദ്യാർത്ഥികളായിരുന്നു. കോർഡിനേഷൻ കമ്മിറ്റി ഫോർ ക്ലീൻ എയർ എന്ന സംഘടന അവരെ ഒന്നിച്ചു നിർത്തി. ദില്ലി സർവകലാശാലയിലെയും JNUവിലെയും വിദ്യാർത്ഥികൾ ഇന്ത്യ ഗേറ്റിന് മുന്നിലേക്ക് ഒഴുകിയെത്തി. മാധ്യമങ്ങൾ അതിനൊരു ചെല്ലപ്പേരിട്ടു, ജെൻസി പ്രതിഷേധം. അതെ, ശ്രീലങ്കയിലും നേപ്പാളിലുമൊക്കെ നമ്മൾ കണ്ട അതേ ജെൻസി കൂട്ടം. സ്വാഭാവികമായും പ്രതിഷേധത്തിന് ഗൗരവമേറുന്ന ഒരു ഘട്ടമെത്തുന്നു. ആ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ഇവിടെയും കൃത്യമായി അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിരട്ടി ഓടിക്കലും ലാത്തി ചാർജും മാത്രമായിരുന്നില്ല രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറിയത്. 2020 എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് ഒരു കറുത്ത വർഗക്കാരൻ കെഞ്ചിയത് ഓർക്കുന്നില്ലേ? 2020 ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകം. രാജ്യ തലസ്ഥാനത്തെ ജെൻസി പ്രതിഷേധത്തിനിടയിലും ഇങ്ങനെ ഒരു രംഗം അരങ്ങേറുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വിദ്യാർത്ഥിയെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നിലത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഈ ചിത്രം സമ്മാനിച്ച നടുക്കം ചെറുതല്ല. ആ ചിത്രത്തിലുണ്ടായിരുന്നത് മലയാളിയായ ഒരു നിയമ വിദ്യാർത്ഥിയായിരുന്നു. തൃശൂർ സ്വദേശി അക്ഷയ്, ഒരു ആദിവാസി വിദ്യാർത്ഥി. അക്ഷയ്ക്കൊപ്പം മലയാളിയായ മറ്റൊരു അഭിഭാഷകനും ആന്ധ്രയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയെ കൂടി ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു. ദില്ലി പോലീസ് പക്ഷേ അവർക്ക് മറ്റൊരു ഓമനപ്പേരിട്ടു, അർബൻ നക്സലുകൾ. പ്രതിഷേധത്തിനിടയിൽ ചില വിദ്യാർത്ഥികൾ മാവോയിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ദില്ലി പോലീസിന്റെ വാദം. തങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു എന്നുള്ള വാദം കൂടി ദില്ലി പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. മലയാളികൾ ഉൾപ്പെടെ 15ലധികം ആളുകൾ ഈ ജെൻസി പ്രതിഷേധത്തിന്റെ പേരിൽ കസ്റ്റഡിയിലാവുന്നു. പ്രതിഷേധ സമയത്ത് ഉയർന്ന അനേകായിരം പോസ്റ്ററുകളിൽ ഒന്നിൽ ഈയിടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് മാധവി ഹിത്മയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ചാപ്പകുത്തലിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ദില്ലി പോലീസ് അന്വേഷിക്കുന്നത്. ഇതുവരെയും ഇവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. UAP അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ വിദ്യാർത്ഥികൾക്ക് മേൽ ചുമത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുമുണ്ട്. കുറച്ചു വർഷം മുൻപ് കേരളവും കണ്ടതാണ് 2 വിദ്യാർത്ഥികൾക്ക് ഭരണകൂടം തന്നെ മാവോയിസ്റ്റ് ചാപ്പ നൽകിയത്. ശ്വസിക്കാൻ വേണ്ടി പ്രതിഷേധിച്ചവരെ. രാജ്യത്തിന്റെ സമ്പത്തെന്ന് കരുതുന്ന വിദ്യാർത്ഥികളെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്കുള്ളിൽ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രതിഷേധിക്കുന്നവരെ അല്ലെങ്കിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ എത്ര കാലം അർബൻ നക്സലുകൾ എന്ന് മുദ്രകുത്തും? മറുപടി പറയേണ്ടത് ഭരണകൂടം തന്നെയാണ്.